Hey friends, welcome back to my channel. So ഇത് ഞാൻ മാത്സിന് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഒരു മാത്സ് റിവ്യൂ ആണ്. സോ 22 ആൻഡ് 24 രണ്ട് ദിവസം മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എക്സാമിനറുടെ ക്ലാസ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, വിച്ച് ഇസ് ഓൺ 23rd. അവരുടെ സാറിൻ്റെ എന്താ പറയുക ഒരു 7 hours ക്ലാസ് ഉണ്ടായിരുന്നു, കുറച്ച് വീക്സ് മുന്നേ ഇട്ടത്. അപ്പോൾ ഞാനത് കാണുമായിരുന്നു. ഫസ്റ്റ് 2-3 ചാപ്റ്റേഴ്സോളം ഞാനത് കണ്ടു. പിന്നെ അന്ന് തന്നെയായിരുന്നു 5 o'clock 5 o'clock അല്ല 11 o'clock ഒരു ക്ലാസ് ഉള്ളത്, 12 hours ക്ലാസ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അത് കണ്ടതിന് ശേഷം അത് കാണാമെന്ന്. അപ്പോൾ 11 o'clock ആയ സമയത്ത് അതാ ഈ 12 hours ക്ലാസ് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അത് കാണാൻ നിർബന്ധമില്ല. സോ ഐ തോട്ട് ഇത് കണ്ടിട്ട് ബാക്കി സമയം കൊണ്ട് അത് കാണാം, കാരണം നാളെ ഒരു സമയം ഉണ്ടല്ലോ, വേറൊരു ദിവസം. അപ്പോൾ അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ് കാണാൻ തുടങ്ങി. ആൻഡ് സത്യം പറയാണല്ലോ, എനിക്ക് കിളി പോയ അവസ്ഥ. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ചിലത് എനിക്ക് മനസ്സിലാവുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ സൈലൻസിലായിരുന്നു മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അഗ്നി ബാച്ചിലായതുകൊണ്ട് തന്നെ പഠിപ്പിച്ച പാറ്റേണും എക്സാമിനറിൽ സാർ പഠിപ്പിച്ച പാറ്റേണും രണ്ടാണ്. ഇപ്പോൾ സമയം 5:15. എത്ര മണീൻ്റെ ക്ലാസ്സാണ്? എനിക്ക് ട്രിഗ്നോമെട്രി മുതൽ ലാഗാണ്, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ജസ്റ്റ് ഡോസ് ഓഫ്. സോ അതുകൊണ്ട് എനിക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഇനി ഡോസ് ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കോഫി, ഞാൻ കോഫീൻ്റെ ഒരാളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി അത്രയും ഒരു കടുപ്പമുള്ളൊരു കോഫിയാണിത്. വളരെയധികം കടുപ്പമുണ്ട്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ അതൊരു എന്താ പറയുക 6 o'clock സംതിങ് വരെ ഞാൻ കണ്ടു. 6 o'clock അല്ല 5:30 വരെ കണ്ടു. പിന്നെയാണ് എനിക്ക് കത്തിയത്. എനിക്കിത് കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഞാൻ വേറൊരു ബുക്ക് നോക്കിയിട്ട് റിഫർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതായത് എൻ്റെ സൈലത്തെ നോട്ട്സാണത്. സാറ് പറയുന്നത് എനിക്ക് കത്തുന്നില്ല, അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് വെളിവ് വന്നത്. പിന്നെ അതിന് ശേഷം രാത്രി ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ട്, സൈലത്തിൻ്റെ 1 to 7 വരെ, പിന്നെ 7 to 14 വരെ അങ്ങനെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ, അതിരുന്ന് കണ്ടു ഞാൻ. പിന്നെ പിറ്റേ ദിവസം എനിക്കൊരൊറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ദിവസം ഞാൻ കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു. ക്ലാസ് വീണ്ടും കണ്ടു. അങ്ങനെ ഒരു ഡേ കൊണ്ട് ഞാൻ ഫുള്ള് പഠിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ റിവൈസ് ചെയ്തെടുത്തു ഒരു ഡേ കൊണ്ട്. ഒരു 10 o'clock സംതിങ് ആകുമ്പോൾ ഞാൻ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ടൈം കണ്ടാൽ മനസ്സിലാവും, എനിക്ക് 10 o'clock ആണോ ഓർമ്മയില്ല. ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വൈകുന്നേരം ഒരു 4:30 വരെ പഠിച്ചു. അതിനുശേഷം 5 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് ഈ ക്ലാസ് തലേ ദിവസം. അപ്പോൾ ഞാൻ അതും കണ്ടു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി സിമ്പിൾ എക്സാം ആയിരുന്നു. എനിക്ക് സിമ്പിൾ എക്സാം ആയിരുന്നു. ആൻഡ് സത്യം പറഞ്ഞ് പേപ്പർ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ നോക്കി, ജസ്റ്റ് നമ്മളിങ്ങനെ മറക്കില്ല, നോക്കിയപ്പോൾ ഇത്രേ ഉള്ളൂ എന്നതിൽ. ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു, പിന്നെയും ഓപ്പൺ ചെയ്തു, ഇത്രേ ഉള്ളൂ, 20 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം മോഡൽ എക്സാം എനിക്ക് ടഫായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ എക്സാം പേപ്പർ കേട്ടോ. ഇതിന് കുറച്ചധികം പേജ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഫിഗേഴ്സ്, വലിയ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ വലിയ കുറച്ച് പേപ്പർ ആയിരുന്നു. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് മോഡൽ എക്സാം പേഴ്സണലി ഭയങ്കര ടഫായിരുന്നു. ഞാൻ അങ്ങനെ പഠിച്ചിട്ടും ഇല്ലായിരുന്നു. പബ്ലിക് എക്സാം ഈസിയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഈസിയാണ്, ലൈക്ക് ഈസി, ഓക്കെ, ഓവർ ഈസി ഞാൻ പറഞ്ഞില്ല, ഈസിയാണ്. ഫസ്റ്റ് ഞാൻ എക്സാമിനറുടെ ക്ലാസ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എക്സാമിനർ ക്ലാസ് കണ്ട സമയത്ത് എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ലൊന്നും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സൈലത്തിൻ്റെ ഇതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സൈലത്തിൻ്റെ ഒപ്പമാണ് +1 അഗ്നി ബാച്ചിലായിരുന്നു ഞാൻ. സോ ഞാൻ അതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ പെട്ടെന്ന് ലൈക്ക് ഓരോ പ്ലാറ്റ്ഫോം പഠിപ്പിക്കുന്ന മെത്തേഡ് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവർ പറയുന്ന മെത്തേഡായിട്ട് എനിക്കങ്ങോട്ട് ലൈക്ക് എനിക്കത് പറ്റുന്നില്ല, ജസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. സോ ഞാൻ എന്തൊരു സൈലം കാണാൻ തുടങ്ങി. അപ്പോൾ സൈലം എനിക്ക് പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. സോ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സാണ് മാത്സിന് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതെനിക്ക് കറക്റ്റാണെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എക്സാമിനർ ക്ലാസ് കാണുന്നതാണ്. കാരണം ഞാൻ അപ്പോൾ അതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, പിന്നെയാണ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ വീഡിയോയിൽ പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ആൻഡ് ഫസ്റ്റത്തെ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിരുന്നു. പക്ഷേ എനിക്ക് 7th എഴുതിയതും എനിക്കറിയില്ല, ഞാൻ അത് വിട്ടു ബാക്കിയുള്ള എല്ലാം എഴുതി. ബാക്കി നെക്സ്റ്റത്തെ 4 മാർക്കിൻ്റെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 3 മാർക്കിൻ്റെ ഒരു 19th ക്വസ്റ്റ്യൻ വിട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എക്സാം വാസ് സിമ്പിൾ. പക്ഷേ ആൻസർ എനിക്കറിയില്ല. ആൻസർ എഴുതുമ്പോൾ മേ ബി ഞാൻ ആൻസർ എഴുതിയത് തെറ്റായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്ര സിമ്പിളല്ല. ലൈക്ക് ക്വസ്റ്റ്യൻ വൈസ് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ആൻസറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല. സോ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് സൺലൈറ്റ് ഇല്ലല്ലോ,
ഞാനത് 6 മണി 5:45 സംതിങ്ങിനാണ് എടുക്കുന്നത്. സാധാരണ ഞാൻ 5:30 5:15 എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ലേറ്റായിപ്പോയി. ചൂട് കോഫി. ഓക്കെ. അപ്പോൾ പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറയുക. മാത്സ് ഞാൻ എന്താ പറയുക എക്സാമിനേഴ്സ് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അധികം മീഡിയം എന്ന് പറയുന്നവരും ഉണ്ട്. അത്യാവശ്യം നിങ്ങൾ തലേ ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങൾ ആദ്യമേ പഠിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് ഇതിന് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം അത്ര ഈസി പേപ്പറായിരുന്നു. ഒന്നും നമുക്കതിനെ ആലോചിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഓപ്ഷൻസ് 6 എണ്ണത്തിൽ നിങ്ങൾക്ക് 2 എണ്ണം എഴുതിയ 2 എണ്ണമല്ല 6 എണ്ണത്തിൽ ഇപ്പോൾ 5 എണ്ണം എഴുതുകയാണെങ്കിൽ ഒന്ന് കുറച്ച് ടിസ്റ്റ് ആയിരിക്കും. പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ പറയുക, ഞാനിത് ഈ സ്റ്റാർട്ടിങ് ഞാൻ ഇന്ന് രാവിലെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇതൊന്ന് രാവിലെ തന്നെ പഠിച്ചു ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ 2-3 ദിവസം ഞാൻ ചെയ്തു ആൻഡ് അത് നന്നായി ഞാൻ എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് റിയലി ഹാപ്പി. ഇതിൽ സൈലം പറഞ്ഞതും സൈലം പറയാത്തതും എക്സാമിനർ പറഞ്ഞതും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കാരണം 2 ക്ലാസ്സും കണ്ടതുകൊണ്ട് എനിക്ക് എന്താ പറയുക രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിക്ക് എങ്ങനെ പോയാലും മാത്സിനായി പ്രിഫർ സൈലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാഹിദ് സർ, ഹീസ് ദ റീസൺ, ഹീസ് ദ ഹോൾ റീസൺ. പിന്നെ ദിഷ്ണ മിസ്, എനിക്ക് ആ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. അങ്ങനെ കുറേ സാർമാരുണ്ട്, എനിക്ക് അവരുടെ പേര് എനിക്കറിയില്ല. ഇവർ 2 പേര് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ എഡീൻ്റെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ക്ലാസ്, ആയിരുന്നോ. പക്ഷേ ബാക്കി എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എഡീൻ്റെ ക്ലാസ് ഞാൻ ലൈക്ക് എനിക്ക് ബൈനോമിയൽ തിയറം ചാപ്റ്റർ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടത് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ആൻസർ ചെയ്തു ആൻഡ് അങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇതിലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം 6 എണ്ണം ഉണ്ട്, അതിൽ ഞാൻ 6 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് വിട്ട് വെച്ച് വലിയ കുഴപ്പമില്ല. എങ്കിലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ ഇതിൽ റെഡിയാക്കി എടുക്കല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഷോർട്ട് റിവ്യൂ ആണിത്. കാരണം ജസ്റ്റ് പറയാനൊന്നും ഇല്ല എനിക്ക്. ഇനിയിപ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എത്രത്തോളം എൻ്റെ വീഡിയോ കാണുന്നു. കാരണം ഇംഗ്ലീഷിൽ ഇപ്പോൾ റിവ്യൂ പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ.